ഹായ് ഹലോ, നമുക്കിന്നൊരു കുറുമ ഉണ്ടാക്കിയാലോ? അതിന് നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ്. ഇത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് വേണം, ക്യാരറ്റ് വേണം, സവോള വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതാണിത്. ഇനി എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തു. ഇതിൽ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തു. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. ആദ്യം തന്നെ ഞാൻ ഗ്രീൻ പീസ് ഇട്ടിരുന്നു. അതിനുശേഷം അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ചേർത്തു, ഇഞ്ചി ചേർത്തു, കറിവേപ്പില ചേർത്തു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 4 വിസിലോളം വേണം. അതിനുശേഷം നമുക്ക് ഒരു അരമുറി തേങ്ങ വേണം. ചാറിൽ അരമുറി തേങ്ങ എടുത്തു. അതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ ഗരം മസാല പൊടി ആവശ്യമുണ്ട്. ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മല്ലിയില മതിയാവും. അതിലേക്ക് നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളാണിത്. ഇതെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്തു. ഞാൻ നേരത്തെ ഗ്രീൻ പീസ് ഇടുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. ഗ്രീൻ പീസ് ഞാൻ കാണിച്ചു തരാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് കടുക് വറുക്കാനുള്ള ഉള്ളിയാണ്. ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചു, കൂടെ കറിവേപ്പിലയും. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി, കടുക് ഇട്ടു. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അതിലേക്ക് നമുക്കൊന്ന് ഉരുളക്കിഴങ്ങും നമ്മൾ വേവിച്ച് വെച്ച എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. നോക്കി, ഇതുപോലെ ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം മല്ലിയില ഇട്ടിട്ട് നമുക്കൊന്ന് വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. മല്ലിയില ഇട്ടു. നല്ല തിളവ് വന്നു. ഓക്കെ, ഒരു 10-15 മിനിറ്റിന് ശേഷം കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുറുമ. കണ്ടോ, ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ലൊരു ഡിഷുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.